ഇന്നത്തെ സത്സംഗത്തിൽ നമുക്ക് 51 മുതലുള്ള ശ്ലോകമാണ് നോക്കുവാനുള്ളത്. 51ാമത്തെ ശ്ലോകം. ആത്മാദിസ്തംഭ പര്യന്തേർമൂർത്തിമദ്ഭിശ്ചരാചരേ നൃത്യഗീതാദ്യനേകാർഹൈ പൃഥക് പൃഥകുപാസിതാ. ഇനി ഇങ്ങനെയൊക്കെ ബ്രഹ്മാവ് കണ്ടപ്പോഴാകട്ടെ ആത്മാദിസ്തംഭ പര്യന്തേ, ആത്മാദി സ്തംഭപര്യന്തേ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള മൂർത്തിമദ്ഭിശ്ചരാചരേ, മൂർത്തിമദ്ഭിശ്ചരാചരേ ഇങ്ങനെയാണ് ആ വാക്കുകൾ വരുന്നത്. അവിടെ അത് ഒരൊറ്റ വാക്കായി കൊടുത്തിരിക്കുന്നെങ്കിലും 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ആത്മാദിസ്തംഭ പര്യന്തൈ മൂർത്തിമദ്ഭിശ്ചരാചരേ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണത്. അപ്പോൾ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള മൂർത്തിമദ്ഭി, മൂർത്തിയുള്ളവരായ, ഭഗവത് ചൈതന്യം ഉള്ളിൽ കുടികൊള്ളുന്നവരായിട്ടുള്ള ചരാചരേ, ചരാചരങ്ങളാൽ നൃത്യഗീതാദ്യ അനേകാർഹൈ, നൃത്യം, ഗീതം, ആദി അനേകാർഹൈ മുതലായിട്ടുള്ള അനേകാർഹണങ്ങളെ കൊണ്ട് പൃഥക് പൃഥക് ഉപാസിത, പൃഥക് പൃഥക് വേറെ വേറെ ഉപാസിത ഉപാസിക്കപ്പെട്ടവരായിരുന്നു. അതായത് ഇവിടെ ബ്രഹ്മാവ് മുതൽ കാണപ്പെടുന്നതായിട്ടുള്ള അനേകം ഇവിടെ ഇപ്പം ബ്രഹ്മാവിനാൽ കാണപ്പെട്ടതായിട്ടുള്ള അനേകം വൈഷ്ണവ രൂപങ്ങളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും 4 ഭാഗത്തും, അതായത് ഓരോ വൈഷ്ണവ രൂപത്തിൻ്റെയും 4 ഭാഗത്തു നിന്നിട്ട് ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സർവചരാചരങ്ങളും അവരവരുടെ യോഗ്യതയ്ക്കനുസരിച്ച്, അവരവരുടെ ശക്തിക്കനുസരിച്ച് ഉള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടും പൂജാ നമസ്കാരങ്ങൾ കൊണ്ടും, ചിലരാകട്ടെ നൃത്തം ചെയ്യുന്നുണ്ട്, ചിലർ പാടുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഭഗവാൻ ഓരോ കഴിവാണ് കൊടുത്തിരിക്കുന്നത്. അത് അവരവരുടെ കഴിവുകൾക്കനുസരിച്ച്, ശക്തിക്കനുസരിച്ച് ഭഗവാനെ അവർ ഉപാസിക്കുന്നതായിട്ടും ബ്രഹ്മാവ് കണ്ടു. നോക്കൂ, ലക്ഷക്കണക്കിന് വൈഷ്ണവ രൂപങ്ങൾ, ആ ഓരോ രൂപത്തിൻ്റെയും ചുറ്റിലും ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ സൃഷ്ടിക്കുന്ന ഭഗവാൻ, ബ്രഹ്മാണ്ടത്തിലും ഉള്ള സർവ്വതും സകല ചരാചരങ്ങളും ഓരോ വൈഷ്ണവ രൂപത്തിൻ്റെയും ചുറ്റും ഇരുന്ന് ഭഗവാനെ ഉപാസിക്കുന്നത് കാണുന്നു ഇവിടെ ബ്രഹ്മാവ്. അതായത് ഈ ബ്രഹ്മാവ് ഭഗവാന്റെ ഒരു ദാസനാണ് സത്യത്തിൽ, അല്ലേ? ഭഗവാനെ തപസ് ചെയ്ത് ഭഗവാന്റെ കൃപ കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ സൃഷ്ടികർമ്മങ്ങളൊക്കെയും ബ്രഹ്മാവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു നിമിഷം ബ്രഹ്മാവ് തൻ്റെ ഉള്ളിൽ തോന്നിയ ഏതോ ഒരു അഹം ബുദ്ധി കൊണ്ട്, മോശം ബുദ്ധി കൊണ്ട് ഭഗവാനെ പരീക്ഷിക്കാനായിട്ട് ഒരുമ്പെടുകയാണ്. ഇവിടെ ആ ബ്രഹ്മാവും ശിവനും ഉൾപ്പെടെയുള്ളവരെല്ലാവരും, സർവചരാചരങ്ങളും, ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട സർവചരാചരങ്ങളും ഭഗവാനെ അവിടുത്തെ ഉപാസിക്കുന്നതാണ് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തത്. അതും ഓരോ വൈഷ്ണവ രൂപത്തിൻ്റെയും ചുറ്റിനും ഇവരെല്ലാം നിന്ന് ഉപാസിക്കുന്നതാണ് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തത് ഭഗവാൻ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആത്മാദിസ്തംഭ പര്യന്തേർമൂർത്തിമദ്ഭിശ്ചരാചരേ നൃത്യഗീതാദ്യനേകാർഹൈ പൃഥക് പൃഥകുപാസിതാ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ആദ്യത്തെ ഒരു വരി നമ്മൾ പറഞ്ഞു സമസ്തപദമാണ്, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അവിടെയും അവസാനം ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതേപോലെയാണ് നൃത്യഗീതാദ്യ അനേകാർഹൈ പൃഥക് പൃഥക് ഉപാസിത. ഇവിടെ നൃത്യഗീതാദ്യ അനേകാർഹൈ, അവിടെ വിസർഗമുണ്ട്. അതുപോലെ ഗീതാദി അനേകാർഹയാണ്, അവിടെ ദ്യ എന്ന അക്ഷരത്തിന് ഹകാരം കൊടുത്ത് വായിക്കുക. അതുപോലെ തന്നെ പൃഥക് ഉപാസിത, അവിടെ ഗായ്ക്ക് ഉകാരം ശ്രദ്ധിച്ച് വായിക്കുക. ഇനി അടുത്തത് 52ാമത്തെ ശ്ലോകമാണ്. അണിമാദേർമഹിമഭിരജാദ്യാഭിർവിഭൂതിഭിം ചതുർവിംശതിഭിസ്തത്വൈ പരീതാമഹദാദിഭീം. അണിമാദ്യേ, ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ അണിമാദ്യേ അജാദ്യാഭിർവിഭൂതിഭി, അവിടെ അണിമാദ്യൈ മഹിമഭി അജാദ്യാഭി
വിഭൂതിഭി, ഇങ്ങനെ കുറച്ചധികം വാക്കുകൾ അവിടെ വരുന്നുണ്ട്. അണിമാദ്യൈ എന്ന് പറഞ്ഞാൽ അണിമ, മഹിമ തുടങ്ങിയായിട്ടുള്ള ഈ അഷ്ടസിദ്ധികളും, അതേപോലെ മഹിമഭി, മായ മുതലായ ശക്തികളും മഹിമകളാലും, അജാദ്യാഭി, ഈ മായയുടെ പലതരത്തിലുള്ള ശക്തികളും, അതാണ് വിഭൂതിഭി എന്ന് പറഞ്ഞാൽ. അത് പലതരത്തിലാണ് മായയുടെ പരീക്ഷണങ്ങൾ വരുന്നത്. അപ്പോൾ അവയെല്ലാം ചതുർവിംശതിഭിസ്തത്വേ, ചതുർവിംശതി എന്ന് പറഞ്ഞാൽ 24, ചതുർവിംശതിഭി തത്വേ 24 തത്വങ്ങളാലും, പരീത മഹദാദിഭി, പരീത എന്ന് പറഞ്ഞാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു, മഹദാദിഭി മഹത്വ മുതലായ. അപ്പോൾ ഇവിടെ പറയുകയാണ് അണിമ, മഹിമ മുതലായ അഷ്ടസിദ്ധികളും മായ മുതലായ ശക്തികളും, ഈ മായയുടെ തന്നെ ഭഗവാന്റെ മായയാൽ നിർമ്മിക്കപ്പെട്ട ബ്രഹ്മാവ് മുതലായ വിഭൂതികളും, മഹത്തത്വം മുതലായ 24 തത്വങ്ങളും അവരുടെ സ്വരൂപങ്ങൾ ധരിച്ചും കൊണ്ട് ചുറ്റും നിന്ന് ഉപാസിക്കുന്നതായിട്ടാണ് ഇവിടെ ബ്രഹ്മാവ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 8 സിദ്ധികളും, അതായത് അണിമ തുടങ്ങിയ 8 സിദ്ധികൾക്കും, അണിമ, മഹിമ, ഗരിമ തുടങ്ങിയ 8 സിദ്ധികൾ വരുന്നുണ്ട്. ഈ സിദ്ധികളും ഓരോ ദിവ്യരൂപങ്ങൾ എടുത്തു. അങ്ങനെ എല്ലാം മുകളിൽ പറഞ്ഞ ഈ മഹത്തത്വം മുതലായ 24 തത്വങ്ങൾ ഓരോ രൂപങ്ങളെടുത്തു എന്ന് വേണ്ട, ഓരോന്നും മനസ്സ്, അഹങ്കാരം, പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ തുടങ്ങി എല്ലാം തന്നെയും ഓരോരോ രൂപങ്ങളെടുത്ത് ഈ വൈഷ്ണവ രൂപത്തിൽ നിന്ന് ഉപാസിക്കുന്നതാണ് ബ്രഹ്മാവ് കാണുന്നത്. അതായത് ബ്രഹ്മാവിനെ സംബന്ധിച്ചിടത്തോളം, ബ്രഹ്മാവ് നമ്മളൊരു കുട്ടിക്കളി എന്ന് പറയില്ല, അതേപോലെ ഭഗവാനെ ഒന്ന് പരീക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഇവിടെ തിരിച്ച് ബ്രഹ്മാവിനെ കാണിച്ചു കൊടുക്കുന്നത് തൻ്റെ ആ മഹിമ, തൻ്റെ ആ വലിപ്പം ഇവിടെ ബ്രഹ്മാവ് കാണുകയാണ്, ബ്രഹ്മാവിനെ ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അണിമാതേർമഹിമഭിരജാദ്യാഭിർവിഭൂതിഭി ചതുർവിംശതിഭിസ്തത്വൈ പരീതാമഹദാദിഭി. ശ്ലോകം വായിക്കുമ്പോൾ ആദ്യത്തെ ഒരു വരി മുഴുവനും സമസ്തപദമാണ്. അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അണിമാതേർ മഹിമഭിർ അജാദ്യാഭിർ, അവിടെ അജായാണ്, അജാദ്യ, അജൻ ബ്രഹ്മാവ്, ബ്രഹ്മാദാദിയായിട്ടുള്ള വിഭൂതികൾ. അപ്പോൾ അവിടെ രായുടെ ആകാരം ശ്രദ്ധിക്കുക. പിന്നെ ചതുർവിംശതിഭിസ്തത്വേ, അവിടെയും വിസർഗമുണ്ട്. മഹദാദിഭി, അവിടെയുണ്ട് വിസർഗം. ആദ്യത്തെ പാദത്തിൻ്റെ ഒടുവിലും ഒരു വിസർഗം വരുന്നുണ്ട്. എല്ലാം പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 53ാമത്തെ ശ്ലോകമാണ്. കാലസ്വഭാവ സംസ്കാര കാമകർമ്മഗുണാദിഭി സ്വമഹിത്വസ്തമഹിഭിർമൂർത്തിമദ്ഭിരുപാസിത. കാലസ്വഭാവ സംസ്കാര കാമകർമ്മഗുണാദിഭി, ഇവിടെ 2 പാദവും സമസ്തപദമാണ്. അത്രയും ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. ആദ്യത്തെ പാദം മുഴുവൻ ചേർത്ത് വായിക്കുക, 2ാമത്തെ പാദവും മുഴുവനും ചേർത്ത് വായിക്കേണ്ടതാണ്. കാലസ്വഭാവ സംസ്കാര കാമകർമ്മ ഗുണാദിഭി. കാലം, സ്വഭാവം, സംസ്കാരം, കാമം, കർമ്മം, ഗുണങ്ങൾ, ഇവയൊക്കെയും ഗുണ ആദിഭി, ഇവയെല്ലാം തന്നെയും സ്വമഹിത്വസ്തമഹിഭിർ മൂർത്തിമദ്ഭിരുപാസിത. മൂർത്തിമത്തുക്കളായിട്ട്, മൂർത്തിമദ്ഭി ഉപാസിത, മൂർത്തി രൂപങ്ങൾ എടുത്തുകൊണ്ട് ഇവയൊക്കെ ഭഗവാനെ ഓരോ വൈഷ്ണവ രൂപത്തിൻ്റെയും സമീപം നിന്ന് ഉപാസിക്കുന്നത് കണ്ടു. എന്തൊക്കെ? കാലം, സ്വഭാവം, സംസ്കാരം, കാമം, കർമ്മം, ഗുണം, ഇവയെല്ലാം ഓരോ രൂപം എടുത്തു. പിന്നെയോ സ്വമഹിത്വസ്തമഹിഭിർ, തൻ്റെ മഹിമയാൽ ധ്വംസിക്കപ്പെട്ട മഹിമകളോട് കൂടിയവയുമായ, അത് ഭഗവാൻ തൻ്റെ മഹിമ കൊണ്ട് ഓരോ സൃഷ്ടിയും ചെയ്യുവാൻ ആ സമയത്ത് അതിനനുസരിച്ചുള്ള
ഗുണങ്ങളും ഭാവവും കൈക്കൊള്ളുന്നതാണ്. അപ്പോൾ ഇവിടെ തൻ്റെ ആ ഒരു മഹിമയിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള മഹിമകളോട് കൂടിയ കാലം, സ്വഭാവം, സംസ്കാരം, കാമം, കർമ്മം, ഗുണങ്ങൾ ഇത്യാദിവകളെല്ലാം തന്നെയും ഓരോരോ മൂർത്തി രൂപം സ്വീകരിച്ചുകൊണ്ട് ഭഗവാനെ അവിടുത്തെ വന്ന് ഉപാസിക്കുന്നതാണ് കണ്ടത് ബ്രഹ്മാവ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കാലസ്വഭാവ സംസ്കാര കാമ കർമ്മ ഗുണാദിഭി സ്വമഹിധ്വസ്തമഹിഭിർമൂർത്തിമദ്ഭിരുപാസിത. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 2 വരിയും സമസ്തപദമാണ്, അത് അത്രയും ചേർത്ത് തന്നെ വായിക്കുക. 2 വരികളുടെയും ഒടുവിൽ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ സ്വമഹിധ്വസ്തമഹിഭിർ മൂർത്തിമദ്ഭിരുപാസിത, ഉപാസിത ആണ് രായുടെ ഉകാരം, ശ്രദ്ധിക്കുക. ഇനി അടുത്തത് 54-ാമത്തെ ശ്ലോകമാണ്. സത്യജ്ഞാനാനന്ദാനന്ദമാത്രൈകരസമൂർത്തയ അസ്പൃഷ്ടഭൂരിമാഹാത്മ്യ അഭിഹ്യുപനിഷദൃശാം. സത്യജ്ഞാനാനന്ദാനന്ദമാത്രൈകരസമൂർത്തയ, സത്യങ്ങളും ജ്ഞാനരൂപങ്ങളും ആനന്ദ മാത്രങ്ങളും ഏകരസകളുമായിരിക്കുന്ന മൂർത്തികളോട് കൂടിയവരാലും അസ്പൃഷ്ട ഭൂരിമാഹാത്മ്യ, അസ്പൃഷ്ടമായിരിക്കുന്ന മാഹാത്മ്യത്തിൻ്റെ തികവോട് കൂടിയിരിക്കുന്ന അഭിഹ്യുപനിഷദൃശാം. ഹി അഭിയാണ് ഹ്യപി, അഭിഹ്യുപനിഷദൃശാം, ഹി ഉപനിഷദൃശാം, ഉപനിഷത്തുക്കളാകുന്ന കണ്ണുകളോട് കൂടിയവരാലും. അതായത് ഇവിടെ മുൻപത്തെ ശ്ലോകങ്ങളിലൊക്കെ വിവരിച്ച അണിമാതി സേവകന്മാർക്ക് അവരൊക്കെയും സേവിക്കുന്ന ഓരോ വിഷ്ണു സ്വരൂപങ്ങൾക്കും ബ്രഹ്മാവ് കാണുന്നത് അതുമാത്രമല്ലായിരുന്നു, സത്യം, ജ്ഞാനം, അനന്തം, ആനന്ദം, അതേപോലെ തന്നെ ഉപനിഷത്തുക്കളെ മുഴുവനും പഠിച്ച് അതിൽ നിന്നും സിദ്ധിക്കുന്ന അറിവാകുന്ന നേത്രത്തെ ആശ്രയിച്ചിരിക്കുന്നവരുമായിട്ടും ഉള്ളവരും അവർക്കുമൊക്കെയും നന്നായി അറിയുവാൻ കഴിയാത്തതായിട്ടുള്ള ആ അനേക മാഹാത്മ്യത്തോടു കൂടിയ ഭൂരിമാഹാത്മ്യം എന്ന് പറഞ്ഞാൽ അത് അത്രയും അറിയുവാൻ കഴിയാത്തതായിട്ടുള്ള ആ സാക്ഷാൽ നാരായണമൂർത്തികളെയാണ് ഇവിടെ എത്രയോ 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 മൂർത്തി രൂപങ്ങൾ ഉപാസിക്കുന്നതായിട്ട് ബ്രഹ്മാവ് കാണുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സത്യജ്ഞാനാനന്ദാനന്ദമാത്രൈകരസമൂർത്തയ അസ്പൃഷ്ടഭൂരിമാഹാത്മ്യ അഭിഹ്യുപനിഷദൃശാം. ശ്ലോകം വായിക്കുമ്പോൾ ആദ്യത്തെ ഒരു വരി മുഴുവനും തന്നെയും സമസ്തപദമാണ്, ചേർത്ത് തന്നെ വായിക്കുക. സത്യജ്ഞാന അനന്ത ആനന്ദ മാത്ര ഏകരസമൂർത്തയ. ഇതെല്ലാം തന്നെ ഒരൊറ്റ രസത്തിലാണ് നിലകൊള്ളുന്നത്. ഈ സത്യവും ആനന്ദവും ജ്ഞാനവും എല്ലാം തന്നെയും അതിൻ്റെ എല്ലാം ഭാവം ഒന്ന് തന്നെയാണ്. ആ ഈശ്വരൻ എന്ന പരമമായിട്ടുള്ള ആനന്ദ സ്വരൂപം തന്നെയാണ്. അസ്പൃഷ്ട ഭൂരിമാഹാത്മ്യ ഹ്യുപനിഷദൃശാം. ഹി ഉപനിഷത്ത് ദൃശ്യമാണ്, പദം പിരിക്കണ്ട. ഹ്യുപനിഷത്ത് അത് വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഇനി അടുത്തത് 55-ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.